ഇതുവരെ നിന്നിട്ടുണ്ടോ ഐസ്ക്രീം കഴിക്കാൻ ക്യൂവില്? ഇല്ലല്ല. അതാണ് ബാംഗ്ലൂര്. അന്ന് ഇവിടെ ഡി ജെ ഒക്കെ ഉണ്ടല്ലോ, ഡി ജെ ടേബിൾ. ഇത് രാത്രി പാർട്ടി ആയിരിക്കും അപ്പൊ ഇവിടെ കേട്ടോ. ഇതും കൂടെ കഴിച്ചാൽ എല്ലാ അസുഖവും മാറും. തുറക്ക്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. 12 മണിയാകുമ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് വരെ നോക്ക്. അതെ, അത്തുവിന്റെ ഡാഡി നമ്മൾക്ക് കൂട്ടാൻ പറ്റുന്ന ആളല്ല കേട്ടാ, നമ്മളെ തകർത്ത് കളഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് ഇന്നും ഒന്നും കൂടെ കൂടാൻ പോവാതെ. അതെ, രാത്രി ആവുന്നവർ എനർജി കൂടി വരുവാണ്. സോ അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഇവിടെ നിൽക്കുന്ന ജോജിൻ. വയ്യ, ഈ അശ്വിൻ കൊക്ക് പറയുന്ന പോലെ തീരെ വയ്യ ജോജിന് കേട്ടാ. ഇന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടാ, ഇന്ന് കുറച്ച് നേരത്തെ കൂടണം, എന്നാലേ കുറെ രാത്രി വരെ പോകാൻ പറ്റുള്ളൂ എന്ന് കേട്ടല്ലോ ഡാഡി. ഏതോ ക്ലബിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? ആ, അപ്പൊ വേഗം റെഡി ആക്കി നമുക്ക് ആദ്യം പോയി മറ്റേ ട്രഫിൾസിലോ എല്ലാം പോയി. ഇത് ഹർത്താലാണ്, ഹർത്താൽ. ആ, വണ്ടിയുടെ സൗണ്ട് ഇല്ല. ഇന്ന് ബാംഗ്ലൂരിൽ ആക്ച്വലി ഹർത്താലാണ്. പക്ഷെ എന്താ ഓപ്പൺ ആണോ അല്ലെങ്കിൽ വണ്ടികളുണ്ടോ ഒന്നും അറിയില്ല. സോ ഒന്ന് റെഡി ആയിട്ട് താഴത്തേക്ക് പോട്ടെ. ആ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രീറ്റിൽ നടന്നു പോവാം. ആ, വണ്ടി വേണം, വണ്ടി ഇല്ലാതെ ബാംഗ്ലൂർ പറ്റില്ല. ഇതേ ഹർത്താലാണെങ്കിലും ഇവിടെ ഒരു കുഴപ്പമില്ല, എല്ലാം ഓപ്പൺ ആണ്. ഊബറൊക്കെ കിട്ടുമെന്ന് നോക്കണേ. ഈ താഴെ എംപയർ ഉള്ളതുകൊണ്ട് ഇതേ സ്വിസ്സുകാരന് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് രാവിലെ തന്നെ. സമയം കണ്ട 1 മണിയായി, ഇപ്പോഴാണ് ഞങ്ങൾ എഴുതേക്കുന്നത് കേട്ടാ. ദേ ഒരു രക്ഷയില്ലാത്ത ചൈനീസ് ഫുഡാണ്. ഇപ്പോഴാണ് ഞാൻ പറയാം ഓർഡർ ചെയ്യാൻ വന്നത്. ഒരു ഫ്രൈഡ് റൈസ് എന്തായാലും ഓർഡർ ചെയ്യും, ഒരു പോക്കിൻ്റെ എന്തെങ്കിലും ഓർഡർ ചെയ്യും, പിന്നെ ഒരു ക്രാക്ലിംഗ് സ്പിനച്ച് ചിക്കൻ. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ ആക്ച്വലി ഇതൊരു അഫോർഡബിൾ സ്ഥലമായിട്ടാണ് വിചാരിച്ചത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഓർഡർ എന്താ ഫ്രൈഡ് റൈസ്. ആ, ആരുടെ സൈഡ്? അതെന്തായാലും പറയണം. ക്രാക്ലിംഗ് സ്പിനച്ച് ചിക്കനും ഒരു ഫ്രൈഡ് റൈസും ഒരു പോർക്കിൻ്റെ ഡിഷും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാവും. ഇപ്പോൾ പോർക്ക് ഉണ്ടോ? മെനുവിൽ കാണുന്നില്ലല്ലോ. ഓക്കെ, പോർക്കില്ല കേട്ടോ. ഒന്ന് ഓണസ്റ്റ് കമ്പാരിസൺ പറ. നോസ്റ്റാൾജിയ ഉള്ള മറ്റെന്തായിരുന്നു, ചൈനാപ്പുകളാണോ അതോ ഞങ്ങളുടെ കൂടെ വന്ന് കഴിക്കാൻ പോകുന്ന റൈസ് ബോൾ ആയിരിക്കും ബെറ്റർ? ഇനി മിക്കവാറും ആ നോസ്റ്റാൾജിയ മറന്നു പോകും കേട്ടല്ലോ. 3 മാസം പറഞ്ഞ് കളിയാക്കുന്ന ആളാ. ഇനിയിപ്പോ ഒരു ദിവസത്തെ നൊസ്റ്റാൾജി എൻജോയ് ഇനി ഒന്ന് പറയാൻ പറ്റുമോ? ആ, അത് കുഴപ്പമില്ല. 3 മാസത്തെ നോസ്റ്റാൾജി ഉണ്ടെങ്കിൽ ഇനി ഒരു ദിവസത്തെ നോസ്റ്റാൾജിയും പറ്റും. 3 ദിവസം, ഈ 3 ദിവസം കഴിച്ച് അത്രയും 3 മാസത്തിൽ കഴിച്ചു കാണില്ല. ആ, നിങ്ങൾ റൈസ് ബോളി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഓർഡർ ചെയ്യണം കേട്ടോ. ഈ ക്രാക്ലിംഗ് സ്പിനച്ച് ചിക്കൻ വിത്ത്, ഇത് ആക്ച്വലി ഒരു സ്വീറ്റ് ആണ്, പക്ഷെ സ്പിനച്ച് നല്ല ക്രാക്ലിംഗ്, നല്ല വറുത്തെടുത്തിരിക്കുന്ന പഞ്ചസാര ഇട്ട്. ചിക്കൻ കുറച്ച് സ്പൈസി, അടിപൊളി സംഭവം കേട്ടോ. കഴിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇതാ. എന്തായി? സൂപ്പർ. കണ്ട അതാ ഞാൻ പറഞ്ഞത്. ഇനി ബാക്കി ഇനി ഫ്രൈഡ് റൈസും പോർക്കും കൂടെ വരട്ടെ. ഇനി മിക്കവാറും നോക്കിയോ, എല്ലാ വർഷവും വരും സ്വിറ്റ്സർലൻഡിൽ നിന്ന്. നമുക്കൊരു 4 ദിവസം ബാംഗ്ലൂർ പോവാം, നന്ദും ഇല്ലുണ്ടെയും കൂടെ. എല്ലാ വർഷവും ഒരു നല്ല മോഹൻലാൽ പടം റിലീസ് ഉണ്ടാവട്ടെ അല്ലേ? നമ്മൾ സാധാരണ 2 പേർക്കുള്ളതൊക്കെ ആയിരിക്കും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ആക്ച്വലി 3 പേർക്കുള്ള ഒരു പോർഷൻ സൈസ് ഉണ്ട്. ഈവൻ ദ മീറ്റ്, ഇത് നല്ല നമുക്ക് നല്ല ലെയേഴ്സ് ആയിട്ടുള്ള റോസ് പോക്ക്, ചില്ലി പോക്ക്, ഫ്രൈഡ് റൈസ്. ഇവരുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസാണ് പറഞ്ഞിരിക്കുന്നത്. ചില്ലി റോസ് പോക്ക് നല്ല പോർഷൻ ഉണ്ട് കേട്ടോ. സോ നല്ല സർവീസ് ആണ്. യു ഫീൽ ലൈക്ക് യു ഹൈ എൻഡ് ചൈനീസ് റെസ്റ്റോറൻറ്റ്. അടിപൊളി. ഓ ശരി, അത് പറഞ്ഞല്ലോ. അത് മതി, അത്രയെങ്കിലും പറഞ്ഞല്ലോ, സന്തോഷം. ഇവിടെ കുറച്ച് മലയാളീസിനെ കണ്ടേ, ഏജ്ഡ് ആയിട്ടുള്ളവർ. ലൈക്ക് എനിക്കൊന്ന് ഇവിടെ കോളേജിൽ പഠിച്ച് വളർന്ന് ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരൊക്കെ എവ്രി വൺ ഇസ് സെയിങ് അവരുടെ നോസ്റ്റാൾജിയ സ്ഥലമാണ് റൈസ് ബോളിന്. എനിക്ക് പേഴ്സണലി ഞാൻ പഠിക്കുന്ന ടൈമിലൊന്നും ഇവിടെ വന്നിട്ടില്ല. ബട്ട് ഐ ലവ് ദ ഫുഡ്, ദ പോർഷൻ, ദ ക്വാളിറ്റി, ദ സർവീസ്, എവറിത്തിങ്. സോ എനിക്കൊന്ന് ബാംഗ്ലൂരിലെ ഒരു മസ്റ്റ് വിസിറ്റ് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് റൈസ് ബോൾ. ഇനി അടുത്ത് ഏറ്റവും ഹൈപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോവാണ്.
ബാംഗ്ലൂരിൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് നമ്പർ 1 ട്രെൻഡിങ്. നമ്മൾ വിചാരിച്ചു ബാസ്റ്റൻ ആണ്, പക്ഷേ ഇത് ബാസ്റ്റനും കാട്ടി ട്രെൻഡിങ് പ്ലേസാണ്. ദ ഹൈപ്പ് ഇസ് റിയൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നോക്കിക്കേ, ഇത് ലവോൺ എന്ന് പറയുന്ന ഇവരൊരു പേസ്ട്രി ഷോപ്പാണ്. ഇവർക്ക് ഓൺ പേസ്ട്രി സ്കൂൾസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി റേറ്റഡ് ഡെസേർട്ട് പ്ലേസ് ഇൻ ഇന്ത്യ എന്ന് വരെ പറയാം. അവരുടെ ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റഷാണ് ഇവിടെ. ഇത് നോക്കിക്കേ. ഇതുവരെ നിന്നിട്ടുണ്ടോ ഐസ്ക്രീം കഴിക്കാൻ ക്യൂവിൽ? ഇല്ലല്ല. അതാണ് ബാംഗ്ലൂർ. മനസ്സിലായ? 1 മണിക്കൂർ ഈ ചൂടത്ത് നിൽക്കുക മിനിമം. അത്രയും തിരക്കാണ്. നോക്കിക്കേ, ക്യൂ അങ്ങ് ഇവിടെ നിന്ന് ഫുള്ളായി. ഇനി അകത്തേക്ക് ക്യൂ അടുത്തത്. ഒരു അരമണിക്കൂറും കൂടെ നിന്നാൽ മതി. വീഴട്ടെ, അല്ലെങ്കിൽ കുറച്ച് തലർക്കം കൂടുതലാ. ചൂടത് ഇവിടുന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇവരിവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം. എനിക്കൊന്ന് കുടയുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് തോന്നുന്നു സാധനം. ഇത് കണ്ട ആർട്ട് നമ്മൾ അടുത്ത് പോകുമ്പോഴേക്കും ഇത് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യും കേട്ടോ. അത് കൊള്ളാമല്ലോ സെറ്റപ്പ്. താങ്ക് യു. ഞങ്ങൾ എന്തായാലും ഒരു ചോക്ലേറ്റ് റിസറക്ഷൻ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഏതെങ്കിലും ഒരു സ്കൂപ്പും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഷെയർ ചെയ്യാം, കാരണം രാത്രി DBC കഴിക്കാനുള്ളതല്ലേ. എന്താ അന്തുവിനൊരു ഷോക്ക്. അന്തോ ഇവിടെ DJ ഒക്കെ ഉണ്ടല്ലോ. DJ ടേബിൾ. ഇത് രാത്രി പാർട്ടി ആയിരിക്കും അപ്പോൾ ഇവിടെ കേട്ടോ. എല്ലാ ബിസിനസ് ഇതുപോലെ സക്സസ്ഫുൾ ആയിരുന്നെങ്കിലോ. എന്താണ് ഒരു ബിസിനസ് ഡ്രീമാണ് ഇങ്ങനെ വരണേന്ന്. ലെറ്റ് ഇറ്റ് സസ്റ്റെയിൻ ലൈക്ക് ദിസ് ഫോർ എവർ. ഇവര് പെറ്റ്സിന് വരെയുള്ള ഐസ്ക്രീം ഉണ്ട്. ഒരു പീനട്ട് ബട്ടർ യോഗേർട്ടും ഒരു വാട്ടർമെലൻ്റെ ഒന്നും. അതല്ലാതെ മെൽസ് എന്ന് പറയുന്നത് മിൽക്ക് ഷേക്ക് ആണ്. ഡെക്കഡൻ ചോക്ലേറ്റ് മെൽക്ക്. എന്തോരം വെറൈറ്റി. ആദ്യമേ ഇവരുടെ മെയിൻ സാധനം ലെറ്റ്സ് സീ വെദർ ഇറ്റ്സ് വർത്ത് ദ ഹൈപ്പ്. നമ്മൾ 2 ഐസ്ക്രീം പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ഫ്രൂട്ടിയും ഒരു ചോക്ലേറ്റും. എനിക്ക് തിരക്കായതുകൊണ്ടാണ് എല്ലാ ഫ്ലേവേഴ്സൊന്നും പറയാൻ പറ്റാത്ത. പക്ഷേ ഒരു സ്കൂപ്പിന് 180 റുപ്പീസൊക്കെയാണ് ആവറേജ്. സ്മോക്ക് ചോക്ലേറ്റ്, ഹേസൽനട്ട്, ക്യാരറ്റ് മിൽക്ക്, കുക്കീസ്, വാട്ടർമെലൺ പെറ്റ ഭയങ്കര പോപ്പുലറാണ്. പ്രോട്ടീൻ ചോക്ലേറ്റ്, യോഗേർട്ട്. ദിസ് ലുക്ക് സോ ഗുഡ്. നോ ഈ ചോക്ലേറ്റൊക്കെ അടിപൊളി. സോ ഇത് ചോക്ലേറ്റ് ഡെക്കഡൻ എന്ന് പറഞ്ഞതും ഇത് പ്ലേ ഗ്രൗണ്ട് ആണ്. ഇതിൽ കോട്ടൺ ക്യാൻഡി, ജൂജിപ്സ്, മാഷ്മെലോസ്, ഫ്രൂട്ടി സംഭവമാണ്. ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ അന്തും, ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദില്ലു ആൻഡ് ജോർജൻ. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കിട്ടുമോ സ്വിറ്റ്സർലൻഡിൽ 450 രൂപയ്ക്ക്? എന്ത് വാങ്ങിക്കോട്ടത്? അന്തുവിന് ഓടിക്കളിക്കാൻ പ്ലേ ഗ്രൗണ്ട്. ഹാപ്പി ആയല്ലോ. ഇത് എടുക്കുന്നത് ഇതെന്താന്ന് നോക്കാതെ പൊടിഞ്ഞൊക്കെ പോകുന്നല്ലോ. ടോപ്പിംഗ് വേണ്ട. ഐസ്ക്രീമിന്റെ ക്വാളിറ്റി അതിൽ നോക്കട്ടെ. പുളിയാണല്ലോ. മാംഗോന്റെ പഴുത്ത മാംഗോ, പക്ഷെ പുളിയുള്ളതില്ലേ ആ ഒരു ഫ്ലേവറാണ്. പക്ഷെ സ്മൂത്ത്നെസ്, കൺസിസ്റ്റൻസി എക്സ്ട്രാ അടിപൊളി. ഇഡ്ഡലിയിലൊക്കെ കഴിക്കുന്ന പോലെ. ആൻഡ് ഇത് നോക്കട്ടെ, ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് റിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് സോസ് ഒക്കെയാണ്. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ക്വാളിറ്റി സ്റ്റാൻഡ് ഔട്ട്. നമ്മുടെ obviously still I'll prefer DBC because of the indulgence, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വേറെ ലെവലാണ്. ഐസ്ക്രീം സോ സ്മൂത്ത്. DBCയിലൊക്കെ നമുക്ക് ആ സോസിൻ്റെ നട്ടിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ വരുമ്പോഴുള്ള ഒരു ഫീലാണല്ലോ. ഇതിൽ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി നോട്ട് ഓവർലി സ്വീറ്റ്. ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ എന്താണോ യു ഗെറ്റ് ദാറ്റ് വിത്തൗട്ട് എ ആർട്ടിഫിഷ്യൽ ഓർ എസെൻസിൻ്റെ ഒരു ഫ്ലേവർ അല്ലാതെ അതിൻ്റെ റിയൽ രീതിയിലുള്ളൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഫീൽ ടു ഹെവി. ഇറ്റ് ഫീൽസ് ലൈറ്റ് ഈവൻ ദോ ഇറ്റ് ഇസ് റിച്ച്. I think so.
they'll sustain this hype if they give this quality. അല്ലേ ഭയങ്കര ബ്ലോൺ ഔട്ടോ ഓവർ സ്വീറ്റോ ഓവർ ഇൻ്റലിജൻ്റ് ഒന്നുമല്ല, പക്ഷേ എവറിത്തിങ് ടേസ്റ്റ് റിയലി ഗുഡ് ആൻഡ് ഹൈ ക്വാളിറ്റി. ഇതിൻ്റെ റൈസ് ബോളിൽ പോയത് തന്നെ ക്വാളിറ്റി ക്യാൻ ബി ഫെൽറ്റ് ഇൻ എവറി ബൈറ്റ്. അടിപൊളി ചോക്ലേറ്റ് കേട്ടോ. മറ്റേത് പുളിപ്പൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് പറ്റുള്ളൂ. പ്ലേ ഗ്രൗണ്ട് എങ്ങനെയുണ്ട് ഓടിക്കളിച്ചിട്ട്? പുളിയല്ലേ കണ്ട. ഇത് നോക്കട്ടെ, ഇത് ഈ ഫ്ലേവർ ഏതാ നോക്കട്ടെ. ചോക്ലേറ്റ് സൂപ്പറാ. ആ നൈസ് നോ. വനില കൊള്ളാലോ. ഇതൊന്ന് മാംഗോന്റെ പുളി അതാണ് അടിപൊളിയാ. ഡോഗിന് ഒരു ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് ഇവിടെ. അല്ല ഡോഗിനും ഐസ്ക്രീം ഉണ്ട്. ഇറ്റ് പെറ്റ് ഫ്രണ്ട്ലി പ്ലേസ്. ആൻഡ് ഇവിടെ ഈ ഫ്രൂട്ടി ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, അത് ഇറ്റ് ടേസ്റ്റ് എവറിത്തിങ് ഇസ് ലൈക്ക് റിയൽ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം എസെൻസും അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് വി ഇൻഡൾജ് ഇൻ ദാറ്റ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ വിൽ ലൈക്ക്. ഇഫ് യു ലൈക്ക് എല്ലാം അറിയാമല്ലോ, എല്ലാ ബെറീസിനും ഒരു സോർനെസ് അല്ലെങ്കിൽ ബിറ്റർനെസ് വിത്ത് സ്വീറ്റ് ആയിരിക്കുമല്ലോ, അങ്ങനത്തെ ഫ്ലേവേഴ്സാണ് ഇവിടുത്തെ ടൂട്ടി ഫ്രൂട്ടിയും ഐസ്ക്രീംസിനും ഒക്കെ. ചോക്ലേറ്റ് ഇസ് റിച്ച്, വാനില ഇസ് വെരി റിച്ച്. ഇറ്റ് ഈസ് ഞാൻ പറഞ്ഞ റിയൽ, അതെനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഓബ്വിയസ്ലി ഇറ്റ്സ് എക്സ്പെൻസീവ് ബിക്കോസ് ദേ യൂസ് സച്ച് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്. പിന്നെ അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പും അവരുടെ ബ്രാൻഡ് നെയിമും എല്ലാം കൂടെ ആയിട്ട്. ബട്ട് ഐ തിങ്ക് സോ ഐ വിൽ സ്റ്റിൽ ഓബ്വിയസ്ലി ഗോ ഫോർ DBC ആണ്. എനിക്ക് ആ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ആ നെയ്യും ബട്ടറും എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് വരുമ്പോൾ ഇഷ്ടമാണ്. ബട്ട് ഇത് ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. യു ടേസ്റ്റ് ലൈക്ക് റിയൽ ഹൈ ക്വാളിറ്റി ഐസ്ക്രീം. സോ ലിക്ക് എന്നാണ് പേര്, ലവോൺ ഐസ്ക്രീം ഹാള്. ഒന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ മറ്റേ പഴയ ടൈപ്പ് ജോഗിൻസാണ് കുറേ ഇരിക്കുന്നത്. ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം വാങ്ങി 3 മണിക്കൂർ ഇരിക്കുന്നത്. അതെ, വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അല്ലേ. ഒന്നും അറിയാത്തൊരു മനുഷ്യൻ. അമ്മ കാണുന്നുണ്ട് കേട്ടാ, ആന്റി കാണുന്നുണ്ടല്ലോ. ആ അമ്മയ്ക്ക് അറിയാം, എല്ലാം അറിയാം. ഞങ്ങൾ കോഫി ഷോപ്പിൽ പോയപ്പോൾ ഒരാൾക്ക് കോഫിയിലൊന്നും ഒതുങ്ങില്ല എന്ന്. അപ്പോൾ ഞങ്ങളിത് ഇതുപോലെ പബ്ബിൽ വന്നതാണ്. പക്ഷെ പബ്ബിൽ ഞങ്ങൾ ക്രിക്കറ്റ് കാണാൻ വന്നതാണ്. എല്ലായിടത്തും ഇങ്ങനെയാണ് ക്രിക്കറ്റ് കാണേണ്ടത്. ഇപ്പോൾ എല്ലായിടത്തും സ്ക്രീൻസ് നോക്കിക്കേ, അടിപൊളി. ഇനി ഒരു എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, ചെറിയ ചെറിയ ഫുഡ് ഓർഡർ ചെയ്യാം, ഫുൾ സെറ്റ്. ഇനി ഇവിടെ 2 മണിക്കൂർ ഇരിക്കാൻ ഉള്ളതുകൊണ്ട് ആ ജോഗിൻ്റെ സാധനം ഉണ്ടല്ലോ, മറ്റേ JW ബ്ലൂ ലേബിൾ ഫുൾ ബോട്ടിൽ 36,000 രൂപ. അത് മതിയോ? അത് പോരാ അല്ലേ? അല്ലെങ്കിൽ ഇനി നമ്മൾ മറ്റേ ശില്പയുടെ അങ്ങോട്ട് കൊണ്ടുവരും, കുറച്ചും കൂടെ റേഞ്ച് കൂടിയത് വേണമെങ്കിൽ. വിളിച്ചിരുന്നാ? ഓ എന്ത് വേണം. സ്വിറ്റ്സർലാൻഡിൽ ഇന്നോഗ്രേഷൻ പിടിച്ചു കൊടുക്കാനായിരിക്കും. എനിക്കൊന്ന് നേരിട്ട് കാണണല്ലോ ഒന്ന്. ജോഗിന്റെ അന്തുവിന്റെ ഡ്രിങ്കിന്റെ സൈസും ഒക്കെ അവരെ പോലെ തന്നെ വല്ലന്മാർ. ഇന്ന് ജോഗിന്റെ കണ്ടാ ഞങ്ങൾക്ക് കൊട്ടാൻ തോന്നും. എന്ത് ചെയ്യാനാ? എന്തായാലും ഇത് മൊത്തം കുടിച്ചു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ടൈമോ കേട്ടാ. അതെ, ഞാൻ പാവന്തേ ഒരു ഡയറ്റ് കോക്ക്, ഇതാണെങ്കിൽ പാവ ഒരു ജിഞ്ചറിയില്, ഇത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഭാഗ്യത്തിന് ഇന്ന് ഹർത്താലും കൂടെ ആയതുകൊണ്ടായിരിക്കും ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രഫിൾസിൽ വന്നിട്ട് റഷ് ഇല്ലാതെ കയറുന്നത്. സോ ഇത് സെയിൻറ്റ് മാർക്സ് റോഡിലെ ട്രഫിൾസ് ആണ്. നമുക്ക് എവിടെ പോയാലും ഹാപ്പി ആണല്ലോ. ഏകദേശം ഒരു 2 മണിക്കൂർ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കണം, അതാണ് ഉദ്ദേശം. പണ്ടൊന്നും നമ്മൾ ട്രഫിൾസിൽ വന്നു കഴിഞ്ഞാലേ കോളേജിലുള്ള ടൈമിലൊന്നും സ്റ്റാർട്ടേഴ്സ് ഒന്നുമില്ല, നേരെ ബർഗറിലേക്കാണ്. ഇപ്പം ഇരുന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഓരോ സാധനങ്ങളും കഴിച്ച്. ഇത് ഇവരുടെ ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. എനിക്കത് ബാംഗ്ലൂർ സ്റ്റാൻഡേർഡിൽ ഇപ്പോഴും വളരെ അഫോർഡബിൾ ആണ്. 290 അത്രയും കണ്ടേ ഉള്ളൂ. ഇത് ഡെവിൾസ് ചിക്കൻ, ഇതുപോലെ തന്നെ ഡെവിൾസ് എഗ്ഗും ഉണ്ട് ഇവിടെ. ഡെവിൾസ് ചിക്കൻ എന്തൊരു നല്ല പോർഷൻ സൈസ് ഉണ്ട്. ഇതൊരു 220 250 കണ്ടേ ഉള്ളൂ.
എരിവുമില്ല, ഉപ്പുമില്ല. മട്ടൻ ഗാർലിക് പ്രോൺസ് പിന്നെയും കുഴപ്പമില്ല. ഉള്ളില്ലാട്ടാ ഡബിൾ ചിക്കൻ ഓർഡർ ചെയ്യണ്ട. ആദ്യമായിട്ടാണ് ട്രഫിൾസിൽ വന്നിട്ട് ഒരു സാധനം വലിയ ടേസ്റ്റ് ഇല്ലാതിരിക്കുന്നത്. ഇത് തന്നെയാണ്, മുളകൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എരിവില്ല, പുളിയും ഇല്ല, ഒരു ഫ്ലേവർ ഇല്ല. കുറേ സോസ് ഉണ്ടെങ്കിൽ പോലും ഉള്ളില്ല. പണ്ടൊക്കെ ട്രഫിൾസിൽ വരുമ്പോൾ ഉണ്ടല്ലോ വലിയ ബർഗറായിരുന്നു. ഇതിൻ്റെ എക്സൽ ഉണ്ട്, അതായിരുന്നു ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് ഇവരുടെ ചെറിയ ബർഗറായി. സോ ഇത് ഇവരുടെ ഒരു പാറ്റി, ഇത് ചീസ് പാറ്റിയാണ്, അടിയിൽ മട്ടൺ പാറ്റി ആൻഡ് ദെൻ യുവർ ബർഗർ. ഇതാണ് സ്ഥിരം ഓർഡർ ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ. 2 കിലോ ഒന്നുമില്ല, പിന്നെ 2 കിലോ. പണ്ട് 5 കിലോ ആയിരുന്നു, അത് സത്യ. വയ്യാത്ത മനുഷ്യൻ, അത് കണ്ടിട്ട് എനിക്കും വയ്യാതായി. എന്നെ ബാംഗ്ലൂർ സിക്കാക്കിയത് ഞാൻ. അതെ, ഇത് 2 പേർക്കും കൂടെ ഒരു ചെറിയ പിസ്സ ഓർഡർ ചെയ്തിരിക്കുന്നു. ഇനി ഇംപ്രഷൻ മൊത്തം കളഞ്ഞു. എന്തായിരുന്നു ബാംഗ്ലൂർ ഒന്ന്, ഞാൻ അത് കഴിക്കും ഇത് കഴിക്കും 10 നേരം കഴിക്കും, എന്നിട്ട് ഇപ്പൊ ഇരിക്കുന്നു നോക്ക്, ഒരു ഇനോയും കുടിച്ചോണ്ട്. ഇത് അതെ, അപ്പനാണ് മെയിൻ കാരൻ. ആദ്യമായിട്ടുണ്ടല്ലോ ട്രഫിൾസ് കയറിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എന്താ പറയുക, പിസ്സ ബർഗർ എല്ലാം ഓർഡർ ചെയ്തു. എവറിത്തിങ് ഫീൽ ലൈക്ക് ഭയങ്കരമായിട്ടൊരു ഇന്ത്യനൈസ് ചെയ്ത ഒരു ഫീലിംഗ് ആയിട്ട് തോന്നി. സോ എവറിത്തിങ് ഇസ് ലൈക്ക് ഭയങ്കര സ്പൈസി, ഹെവി ഓൺ ക്രീം ആൻഡ് അങ്ങനത്തെ സംഭവമായിട്ട് തോന്നി. പണ്ട് ഇത്രയും ഒരു എന്താ പറയുന്നത് ഫ്യൂഷൻ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഫ്ലേവർ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസേർട്ട് അവിടെ നിന്ന് കഴിച്ചില്ല. ഇവിടെ അടുത്ത് സ്മോർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടത്. സോ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഇന്ന് ഹർത്താൽ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഓപ്പണുമാണ്. ആ സമയത്ത് റോട്ടിൽ തീരെ ആൾക്കാരും ഇല്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും വേഗം എത്താൻ പറ്റുന്നുണ്ട്. വിറ്റ്സ് എ റയറിറ്റി ഇൻ ബാംഗ്ലൂർ. വൈകുന്നേരം ആകുമ്പോൾ ഹർത്താൽ 6 മണി വരെയല്ലേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് IPL കൂടെ ഉണ്ട്. ഒരു തിരക്കില്ലാത്ത ആ ട്രഫിൾസിൻ്റെ ബഹളം കഴിഞ്ഞ് സൈലൻ്റ് ആയിരുന്ന ഡിസേർട്ട് എൻജോയിനായിട്ട് ഈ ഒരു മെഗ്നോളിയയിലാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ വന്നാൽ പിന്നെ മെഗ്നോളിയയിൽ കയറാതെ പോകാൻ പറ്റില്ലല്ലോ. അറിയോ ഞങ്ങളുടെ ബാംഗ്ലൂരിലെ മെഗ്നോളിയ? താങ്ക് യു. ഇങ്ങനെ എപ്പോഴും ഈ ഒരു എളിമ വേണം. സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള അഹങ്കാരം പാടില്ല. ഇതുപോലെ എപ്പോൾ ഞങ്ങൾ വന്നാലും ഡോറ് തുറന്ന് തരിക, ഫുഡൊക്കെ പിടിച്ചുകൊണ്ട് വരിക, നടക്കുക, ഇതൊക്കെ ചെയ്യുക. ഇത്രയും വലിയ കേക്ക് സ്ലൈസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഒരു സ്ലൈസിന് 330 രൂപയ്ക്കാണ്. ഇത് ക്യാരറ്റ് കേക്കാണ്, പക്ഷെ അതിൻ്റെ സൈസ് കണ്ട ഇത്രയും വലിയ കേക്കാണ്. എനിക്കൊന്ന് ഒരു സ്ലൈസ് ഒരു മിനിമം ഒരു 400 ഗ്രാംസോളം കാണാനാണ് സാധ്യത. അത്ര ചീസ് കേക്ക് ഫാക്ടറിനെ കാട്ടി വലുതാണ്. ഓക്കെ, ചെറിയ കേക്കിന് 260 ഒക്കെ വരുന്നുണ്ടല്ലോ. ഇത് നോക്കിക്കേ, ഇത് ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ സൈസ് ഇത് കണ്ട. ഇത്രയും വലിയ കേക്ക് ഇത്രയും ഉണ്ട്. ഇത്രയും ക്യാമറേനെ കാട്ടി വലുത്. 6 ഇഞ്ച് ഹൈറ്റ് നോക്ക്. അതിന് ഈ 240 260 എന്നൊക്കെ പറയുന്ന വളരെ അഫോർഡബിൾ റേറ്റാണ്. പിന്നെ ഇവിടുത്തെ മസ്റ്റ് ഓബിയസ്ലി ബനാന പുഡിങ്. അതിൻ്റെ സ്മോളും ഉണ്ട്. സോ വേണമെങ്കിൽ അത് ഒരെണ്ണം പറയാം. ഞാൻ ഇതാദ്യമായിട്ട് കഴിക്കുന്നത്. സാധാരണ ഫുൾ ചോക്ലേറ്റ് കേക്കാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ അന്ന് പറഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. വനില വിത്ത് ചോക്ലേറ്റ്. ബട്ടർ ക്രീമാണ്, ഫ്രഷ് ക്രീം അല്ല. നമ്മുടെ നാട്ടിലത്തെ ബേക്കറികളൊക്കെ ഒരു തീരുമാനം എടുത്തു. ഞാൻ പണ്ട് പേപ്പറിൽ കണ്ടായിരുന്നു, ബട്ടർ ക്രീം ഉപയോഗിക്കില്ല, ഫ്രഷ് ക്രീം ഉപയോഗിക്കില്ല. ബട്ടർ ക്രീം ഇസ് ടു മച്ച് ഓഫ് കാലറീസ് ആൻഡ് ട്രാൻസ് ഫാറ്റ് ആണ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ ബട്ടർ ക്രീം കഴിക്കുമ്പോൾ ഞങ്ങളുടെ കാലത്തെയൊക്കെ ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നത്. ഇറ്റ്സ് ജസ്റ്റ് സോ ഇൻഡൾജൻറ്റ്, ഇറ്റ്സ് സോ റിച്ച്, ഇറ്റ് ജസ്റ്റ് ഫീൽസ് നോസ്റ്റാൾജിക്. ബട്ടർ ക്രീം അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് ഇവിടെ ട്രഫിൾസ് ഇൻ ബാംഗ്ലൂർ. ട്രഫിൾസ് അല്ല, മെഗ്നോളിയ ബാംഗ്ലൂർ. ഒരു രക്ഷയില്ല. കേക്ക് സോഫ്റ്റ്, സ്മൂത്ത്, മോയിസ്റ്റ്, പെർഫെക്റ്റ് ക്രീം. ഇത്രയും ക്രീം വേണം, കാരണം കേക്ക് അത്രയും സൈസ് ഉണ്ടല്ലോ. അടിപൊളി. എന്തേ അതിനാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ. ഇതും കൂടെ കഴിച്ചാൽ എല്ലാ അസുഖവും മാറും. തുറക്ക്. സൂപ്പർമാനിന് സൺ പോലെയാന്ന് അതിൻ്റെ ഇടയ്ക്ക് ഡയലോഗ്. എനിക്ക് ഇത് ഡെസേർട്ട്. അപ്പോൾ ബനാന പുഡിങ്ങും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാണല്ലോ വേൾഡ് വൈഡ് മെഗ്നോളിയയുടെ സ്റ്റാർ ഡിഷ്. ഇത് ആക്ച്വലി
ഇതിൻ്റെ 3 ഇരട്ടി സൈസ് ഉണ്ടെങ്കിലും കഴിക്കാം. കാരണം ഹെവി അല്ലാത്തൊരു ഡെസേർട്ട് ഇതാണ്. കേക്ക് നമുക്ക് അത്രയും പറ്റില്ല. ഇത് സുഖമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. നമുക്കൊരു റിഫ്രഷിങ് ഫീലിംഗ് ആണ്. കിട്ടുമോ 300 രൂപയ്ക്ക് ഇത് സ്വിറ്റ്സർലൻഡിൽ? നമുക്ക് വേണമെന്ന് എന്നാലും 300 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിന് ഫുട്പാത്ത്സ് ഉണ്ട്, പക്ഷെ ബാഡ്ലി മെയിൻറ്റെയിൻഡ് തന്നെ ഉള്ളൂ. നല്ല രീതിയിൽ അവർ ഫുട്പാത്ത്സ് മെയിൻറ്റെയിൻ ചെയ്തുണ്ടല്ലോ, ഇഷ്ടം മാതിരി നമുക്ക് നടക്കാനുള്ള സ്പേസും ഉണ്ട്. ബാംഗ്ലൂരിൽ കമ്പാരിറ്റീവ്ലി നല്ല വെതറും ആണല്ലോ, ഒരു ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ്. ഒൺലി പ്രോബ്ലം ഇസ് ദാറ്റ് ഇറ്റ്സ് സോ ബാഡ്ലി മെയിൻറ്റെയിൻ. കുറേ സ്ഥലത്ത് ഭയങ്കര ഡേർട്ടിയാണ്. ആൻഡ് വേറൊരു പ്രശ്നം ബിൽഡിങ്സും, അതിനും ഒരു അതൊക്കെ ശരിക്കും ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കി നമ്മുടെ വെളിനാട് പോലെ നല്ല മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല ഭംഗിയാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഇമ്പീരിയൽ അപ്പോൾ അതിപ്പോഴും ഉണ്ടല്ലേ. ബ്രെയിൻ ഫ്രൈ അടിപൊളിയാണ്. പണ്ട് എംപയറും ഇമ്പീരിയലും ഒന്നാന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ വേദുവിനും ജിയയ്ക്കും ജോഗിൻ്റെ പിള്ളേർക്കൊക്കെ ടോയ്സ് വാങ്ങാൻ ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടെന്ന് പറയാം, അവിടെ പോവാണ്. ലെജൻഡറി ഷോപ്പാണ്. എന്താ പേര്? സഫയർ. എനിക്ക് ഓർമ്മയുള്ള കാലം ബ്രിഗേഡ് റോഡിലായിരുന്നു. പെൻസിൽ ബോക്സ് ഒക്കെ മേടിക്കുന്ന ഷോപ്പായിരുന്നു. ഓക്കെ, സോ അവിടെ പോയി വാങ്ങാനാണ്. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് കൊളാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നല്ല മഴക്കാറ്, മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ അതിനെ ബാംഗ്ലൂർ അറിയാമല്ലോ, ഒരു കാശിനും കൊള്ളില്ല. ഇതാണ് സഫയർ ടോയ് ഷോപ്പ്. ഇവിടെ പിള്ളേരായിട്ട് വരാതിരിക്കും നല്ലത്, നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നതാ. മറ്റേ ഹാംലീസിനൊക്കെ പകുതി റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്നു, ഒരുപാട് കളക്ഷൻസും ഉണ്ട്. സോ വേദുവിന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണം, ചെന്ന് ഉടനെ അവൻ ചോദിക്കുന്നതായിരിക്കും. ഭയങ്കര റേറ്റ് കുറവാണല്ലോ. മൈക്ക് സെറ്റാ? ഞാൻ സ്പൈഡർമാൻ്റെ ഒരു 2000-3000 രൂപ വരുന്നതൊക്കെ കൊള്ളാമല്ലോ. സ്പീക്കേഴ്സ് 3000 രൂപയുടെയൊക്കെ ടോയ്സ് 850 രൂപയ്ക്കൊക്കെ ഇവിടെ കണ്ടേ. ഇത് കൊള്ളാമല്ലോ, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്. എനിക്കായി ഒരു കിങ് കോങ് മതി ഇന്ന്. ഇതെന്താ? പിന്നെ ഇത് കുറേ സമയം എടുക്കും സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നോളൂ സമാനമായിട്ട്. ഇനി ഒരു സ്പീക്കറും കൂടി പറഞ്ഞിട്ടുണ്ട്, മൈക്ക് സ്പീക്കർ. ഇത് സ്പീക്കർ വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കാം, നമുക്ക് ശല്യമില്ലല്ലോ. ദൂരെ കൊണ്ടുവെക്കാം, അപ്പം അതും കൂടെ എടുക്കാം. എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഈസി അല്ലേ? ഇപ്പൊ എടുത്താവല്ലോ. ഓടുവൊക്കെ ചെയ്യുന്നേ, അല്ലാതെ മറ്റേ ഫ്രാങ്കിലല്ലല്ലോ പൈസ കൊടുക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എത്രയാ? എന്നിട്ടാണ് ഇത്രയും ആലോചിക്കുന്നത്, ഒരു 10 ഫ്രാങ്കിന്. ഗൈസ്, സോ ബാക്ക് ടു അവർ റൂം. ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾക്ക് അത് അറിയില്ല കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ കൊച്ചു ബാംഗ്ലൂരിൽ സംഭവിക്കുന്നത്. വി ജസ്റ്റ് ഏറ്റ് ആൻഡ് ഹാഡ് സോ മച്ച് ഫൺ ഫോർ ഓൾ ദീസ് ഡേയ്സ്. ആൻഡ് ഇന്നും നമ്മൾ വൈകുന്നേരം അന്തുവിൻ്റെ ഡാഡിൻ്റെ ആയിരുന്നു ബൗറിംഗ് ക്ലബ്ബിൽ, അവിടെയും അടിച്ചു പൊളിച്ചു. പക്ഷെ ഒന്നും പറയണ്ടല്ലോ, ജോഗിൻ്റെ നിങ്ങൾ കാണുമ്പോൾ ഇനി മനസ്സിലാവും അടുത്ത വീഡിയോയിൽ എന്തായാലും ജോഗിൻ്റെ സിറ്റുവേഷൻ. എന്തായാലും ഗോയിങ് ബാക്ക് ഹോം, അടിച്ചു പൊളിച്ചു 4 days ഇൻ ബാംഗ്ലൂർ, ലോട്ട്സ് ഓഫ് ഫൺ. ബാംഗ്ലൂരിൽ എന്തായാലും ഞാൻ പറഞ്ഞില്ല, കഴിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ എൻജോയ് ചെയ്യാൻ ഇപ്പോഴും വൈബുള്ള സ്ഥലം ബാംഗ്ലൂർ തന്നെയാണ്. സോ എന്തായാലും നാളെ വേറൊരു വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.